ഗൈസ് ഇപ്പം സമയം എത്രയായി? 7:45-8 മണിയാകാറായിട്ടുണ്ട്. ഒരു മിഡ് നൈറ്റ് ക്രേവിങ്സിൻ്റെ നൈറ്റ് എന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലേ, ഒരു വൈകുന്നേരം ക്രേവിങ്സിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ വണ്ടി എടുക്കുക പോകാൻ പോകുന്നത്. നമ്മൾ ചെറിയ രീതിയിലെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എൻ്റെ ഗുണമാണിത്. നമുക്കിപ്പോൾ എന്തെങ്കിലും കഴിക്കാനൊക്കെ തോന്നിയാലും പോകണമെങ്കിലും മേടിക്കണമെങ്കിലും ഒരു 10 രൂപയെങ്കിലും ഉണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ. പിന്നെ വണ്ടി ഓടിക്കാനും അറിയുകയാണെങ്കിലും ഇതായിരിക്കും. പിന്നെ രാത്രി വണ്ടി ഓടിക്കാൻ ധൈര്യം ഉണ്ടെങ്കിലും നമ്മുടെ കുറേയൊക്കെ ആഗ്രഹങ്ങളൊക്കെ നടത്താൻ സാധിക്കും. അപ്പോൾ ഞാൻ വലിയ ആനക്കാരിയൊന്നുമല്ല, ജസ്റ്റ് പോയി സാധനം മേടിച്ചിട്ട് വരാം. ഓക്കെ. അങ്ങനെ നമ്മൾ വീടെത്തി ഗൈസ്. നമ്മൾ ക്രേവിങ്സിനായിട്ട് മേടിച്ചാൽ നമുക്ക് മനസ്സിലായി കാണുമായിരിക്കുമല്ലോ, വേറെ ഒന്നുമല്ല, നൂഡിൽസും കുറച്ച് സ്നാക്സുമാണ്. ഒരു നൂഡിൽസ്, ഒരു ഇച്ചിരി സ്നാക്സ്, 2 ഐസ്ക്രീം, ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഷേക്ക്, അത്രയേ ഉള്ളൂ. അതിന് മാത്രം വലിയ സമ്പാദ്യം നമുക്കില്ലല്ലോ. ഉള്ളത് വെച്ച് ഹാപ്പി ആയിട്ട് കഴിക്കാൻ തോന്നുന്ന സാധനങ്ങൾ മേടിക്കുക, കഴിക്കുക, അല്ലേ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമ്മൾ വീടെത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ക്രേവിങ്സായ നൂഡിൽസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനുള്ള പാത്രം എടുത്തിട്ടുണ്ട്. നൂഡിൽസ് ഉണ്ടാക്കാൻ നല്ല എളുപ്പമായതുകൊണ്ട് കുഴപ്പമില്ല, വലിയ പണിയൊന്നും ഇല്ലല്ലോ. ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് കത്തിക്കുന്നു, പാത്രം വെക്കുന്നു, പിന്നെന്താണ്, വെള്ളം ഒഴിക്കണം. ഒരു 1.5 കപ്പ് വെള്ളം ഒഴിക്കുന്നു. 1, ഒരു ഹാഫും കൂടെ. സാധാരണ മുട്ട പൊരിച്ചിട്ടാണ് നൂഡിൽസ് ഉണ്ടാക്കാൻ വയ്ക്കാറ്. ഇന്ന് ഞാൻ രാവിലത്തെ മുട്ട പുഴുങ്ങിയത് കഴിച്ചിട്ടില്ല, അപ്പോൾ പിന്നെ ആ മുട്ട അത് മതിയല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ എനിക്കിന്ന് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്, നമുക്ക് സൗകര്യങ്ങളും ഇതൊക്കെ ഉണ്ടാക്കും കൂടുമ്പോഴാണ് ഇതൊക്കെ കഴിക്കാനുള്ള ബോധ്യം കൂടണേന്ന് തോന്നുന്നു അല്ലേ. പണ്ട് നമുക്ക് വലിയ വരുമാനം ഇല്ലാതിരിക്കുന്ന നമുക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. നമുക്കിപ്പോൾ ഒരു 10 രൂപ, 20 രൂപ, 20,000, 50,000 എത്രയാണ് വരുമാനം അത്രയും ചിലവ് വരും. അതുപോലെ അതും മിഡ് നൈറ്റ് ക്രേവിങ്സോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ, നമ്മൾ നേരത്തെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്നു, ഹെൽത്തി ആയിട്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ക്രേവിങ്സും കൂടുതലാണ്, അൺഹെൽത്തിയുമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ കട്ട് ചെയ്യുന്ന ചിന്ത വരുന്നുണ്ടെങ്കിൽ പോലും കട്ട് ചെയ്യാൻ പറ്റാതെ ഇരിക്കാറുണ്ട് അല്ലേ. അങ്ങനെ അവസ്ഥ ഒന്നും വരാറില്ലേ? അങ്ങനെയുള്ളവർ കമൻറ്റ്, പ്ലീസ് ഡു കമൻറ്റ്. ഗായ്സ്, നമ്മുടെ വെള്ളം കളിച്ചിരിക്കുകയാണ്. പൊടി ഇട്ടിട്ടുണ്ട്, ഒരു പാക്കറ്റ് പൊടി ഇട്ടിട്ടുണ്ട്. പണ്ടൊക്കെ ഇതൊക്കെ ഇടുമ്പോൾ കുറച്ചൊക്കെ ഇടാറില്ലായിരുന്നു, അൺഹെൽത്തി ആണെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ അതൊക്കെ മൊത്തം ഇടും. പിന്നെ നിങ്ങൾ എന്നെപ്പോലെ ഇങ്ങനെ വേവിക്കുന്നൊക്കെ മുന്നേ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? എനിക്ക് ഇഷ്ടമാണ് ഗൈസ്, കളിച്ചു. ഗൈസ്, നമ്മുടെ നൂഡിൽസ് വെന്തിട്ടുണ്ട്. പാത്രം ആദ്യം തന്നെ കഴുകി വയ്ക്കാം. ഒരു ടിപ്പ് പറഞ്ഞുതരാം, നൂഡിൽസ് ഉണ്ടാക്കി അപ്പം തന്നെ പാത്രം കഴുകുകയാണെങ്കിൽ അത് കഴുകിയാൽ എളുപ്പമുണ്ടാവും, അല്ലെങ്കിൽ ഇതൊക്കെ ഒട്ടിപ്പിടിച്ച് വലിയ പാടായിരിക്കും. അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് പാത്രം കൈയോടെ കഴുകി വയ്ക്കാം. നമ്മുടെ മുട്ട, പുഴുങ്ങിയ മുട്ടയുണ്ട്. പിന്നെ നമ്മളിതിനെ കുറച്ചും കൂടി ടേസ്റ്റ് ആക്കാനായിട്ട് ചില്ലി സോസ് ആഡ് ചെയ്യുന്നുണ്ട്, സൈഡിലായിട്ട് ആഡ് ചെയ്യാം. ടൊമാറ്റോ സോസ് ഇഷ്ടമുള്ളവർക്ക് അത് കൊടുക്കാം കേട്ടോ, എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് എടുക്കുന്നില്ല. വൈൻഡിങ് വീഡിയോ എടുക്കാത്തതുകൊണ്ട് ഞാൻ പഴയ വീഡിയോ തന്നെ എടുത്ത് വോയിസ് ഓവർ കൊടുക്കണേ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇത്ര സിമ്പിളായ വീഡിയോസ് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെയുള്ള ക്രേവിങ്സ് ഉണ്ടോ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമാണോ എന്ന് പറയാം കേട്ടോ. അപ്പോൾ താങ്ക് യു, ബൈ.